ഹലോ വെൽക്കം ബാക്ക് ടു ബയോ ഈസി ലേണിംഗ്. നമ്മൾ സെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും തുടങ്ങാത്തവരുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്, തുടങ്ങുക കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഓഗസ്റ്റ് 14-നാണല്ലോ എക്സാം. അതിന് നമ്മളൊന്ന് കട്ട് ഷോർട്ട് ചെയ്തിട്ട് ഓഗസ്റ്റ് 14 40 ഡേയ്സ് അവിടെ വെച്ചിട്ട് ഈ ഒരു ജൂലൈ മാസവും അതുപോലെ ജൂൺ മാസം കൂടി നോക്കുമ്പോൾ നമുക്ക് ആകെ 48 ഡേയ്സേ ഉള്ളൂ. നമ്മളുടെ കയ്യിലാകെ 48 ദിവസം. ബാക്കി 14 ദിവസം നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്, കാരണം ബാക്കി റിവിഷനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു 48 ഡേയ്സിൽ നമുക്ക് മാക്സിമം പറ്റാവുന്നിടത്തോളം നമ്മൾ വർക്ക് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. ആ ഒരു ബാക്കി 40 ഡേയ്സ് നമുക്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം? റിവിഷനും അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും നോക്കാനും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞാൻ പറയാവുന്നതാണ്, നിങ്ങൾക്കറിയാവുന്നതുമാണ്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെറ്റ് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസും അതുപോലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസും ആണ് ഈ ചാനലിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നടന്നിട്ടുള്ള 2013 ജൂണിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഡിസംബറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസും പ്ലസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഏരിയാസും നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഒരു അഡീഷണൽ ആയിട്ടുള്ള കാര്യം പറയാവുന്നത്, പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ മാക്സിമം ഞാൻ അതിന് പുറമെ നിന്നുള്ള ശബ്ദങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ മഴ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: which of the following is not a domain in the tree domain classification? Option A, eukarya. Option B, bacteria. Option C, cyanobacteria. Option D, archaea. ക്വസ്റ്റ്യൻ എന്താണ്? 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷനിൽ വരാത്തത് ഏതാണെന്നാണ്. സോ ഹിയർ ആൻസർ ഓപ്ഷൻ സി, സൈനോബാക്ടീരിയ. അപ്പോൾ എന്താണ് ഈ ഒരു 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ എന്നും കൂടി നമുക്ക് അറിഞ്ഞിരിക്കാം. The 3 domain system is a biological classification introduced by Carl Lewis et al. In 1990, and that divides cellular life forms into archaea, bacteria, eukaryote domain. Okay, അതായത് നമ്മളുടെ സെല്ലാർ ആയിട്ടുള്ള ലൈഫ് ഫോംസ്, അതായത് ലിവിങ് തിങ്സിനെ ആർക്കിയ, ബാക്ടീരിയ, യൂക്കാരിയോട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തതിനെയാണ് ഈ ഒരു 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. The key difference from earlier classification is the splitting of archaea from bacteria. സ്പ്ലിറ്റിംഗ് ആണ് അവിടെ നടന്നിട്ടുള്ളത്. സ്പ്ലിറ്റിംഗ് ഓഫ് ആർക്കിയ ഫ്രം ബാക്ടീരിയ. ബാക്ടീരിയയിൽ നിന്നും ഒരു ആർക്കിയ, ഒരു ബ്രാഞ്ച് സ്ട്രായും കൂടി കൂട്ടിച്ചേർത്തിട്ട് 3 ഡൊമൈൻ ആക്കിയെന്ന് മാത്രം. Second question: Feminism is the phenomenon of synthesis of option A, DNA depending RNA, option B, RNA depending RNA, option C, RNA depending protein, option D, RNA depending RNA. Here the answer option A, DNA depending RNA. അപ്പോൾ എന്താണ് ഈ ഒരു ഫെമിനിസം നോക്കാം. ഫെമിനിസം ഈസ് എ തിയററ്റിക്കൽ കോൺസെപ്റ്റ് and it is actually known as reverse transcription. Okay, ഫെമിനിസം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനെയാണ്. and this was first discovered in 1978 by Temin and Baltimore. In molecular biology, the theory of feminism explained that RNA can serve as a template for the creation of DNA. That is, RNA can synthesize DNA. അതാണ് DNA ഡിപ്പെൻഡിങ് RNA എന്ന് പറയുന്നത്. RNA DNA-യുടെ സിന്തസിസിനായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, നമ്മളുടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. Nodule with a nitrogen fixing bacteria present in option A, Oryza sativa, option B, Triticum aestivum, option C, Pisum sativum, option D, Siamese. Answer option C,
ഫൈസം സറ്റൈവം. അപ്പോൾ ഈ റൂട്ട് നൊഡ്യൂളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നൈട്രജൻ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റൂട്ട് നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ root nodules are found on the root of the plant, primarily legume, that form a symbiosis with nitrogen fixing bacteria. Under nitrogen limiting condition, capable plant form a symbiotic relation with the host specific strain of bacteria known as Rhizobia. And this process has evolved multiple times within the legume as well as in other species found within the rosette clade. അപ്പോൾ legume crop ആയിട്ടുള്ള അത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ബീൻസ്, പീസ്, സോയാബീൻ, അതൊക്കെ. അതായത് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇത്തരത്തിലുള്ള ലെഗ്യൂമുകൾ അവയുടെ റൂട്ടിൽ ഒരു സിംബയോട്ടിക് ആയിട്ടുള്ള അസോസിയേഷൻ ഫോം ചെയ്യുന്നു. അങ്ങനെ റൂട്ട് നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നു. ഓക്കെ. Fourth question, bioluminescence is usually associated with option A, Chrysophyta, option B, Pyrophyta, option C, Chlorophyta, option D, Phaeophyta. Answer option B, Pyrophyta. അപ്പോൾ എന്താണ് ഈ ഒരു ബയോലൂമിനസെൻസ് എന്ന് കൂടി നോക്കാം. Bioluminescence is the production and emission of light by living organism, and it is a form of chemiluminescence. Bioluminescence occurs widely in marine vertebrates and invertebrates as well as in some fungi, microorganisms, including some bioluminescent bacteria and terrestrial arthropods such as fireflies. അപ്പോൾ നമുക്ക് നമ്മുടെ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസം ഇങ്ങനെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിന് ആ ഒരു പ്രോസസ്സിനെയാണ് ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത്. അത് ഇവിടെ ഇപ്പൊ തന്നിട്ടുള്ള ഓപ്ഷനിൽ പൈറോഫൈറ്റ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പൈറോഫൈറ്റ എന്ന് പറയുമ്പോൾ ഓർ ഫയർ ആൽഗയാണ് പൈറോഫൈറ്റ എന്ന് പറയുന്നത്. ഈസ് എ ഡിവിഷൻ ഓഫ് സെല്ലുലാർ ആൽഗെ ദാറ്റ് ഹാസ് എ യെല്ലോ ബ്രൗൺ കളർ and has two different flagella which are ribbon shaped, and it contains some pigment, chlorophyll A, chlorophyll B, C1, C2 and fucoxanthin that can photosynthesize. അത് പൈറോഫൈറ്റിനെ പറ്റിയിട്ട് കുറച്ച് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നമ്മളുടെ ആൽഗെ ആ ഒരു പോർഷനിൽ ഉള്ള ഒരു ഏരിയ ആണ് ഇത് വന്നിട്ടുള്ളത്. പിന്നീട് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഐറിഷ് മോസ് വിച്ച് പ്രൊഡ്യൂസ് കാരഗീൻ. ഓപ്ഷൻ എ Octoblepharum albidum, option B Leucobryum bauringi, option C Porphyra tenera, option D Chondroscripts. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി. കാരഗീൻ എന്ന് പറയുന്നത് ഫാമിലി ഓഫ് നാച്ചുറൽ ലീനിയർ sulfated polysaccharide that are extracted from red edible seaweeds. Okay, the most well-known and still most important red seaweed used for manufacturing the hydrophilic colloids to produce carrageenan is Chondroscripts. ഐറിഷ് മോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് വിച്ച് ഇസ് എ ഡാർക്ക് റെഡ് പാഴ്സ്ലി ലൈക്ക് പ്ലാന്റ് ദാറ്റ് ഗ്രോ അറ്റാച്ച്ഡ് ടു ദി റോക്ക്. കാരഗീന് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് ഫുഡ് ഇൻഡസ്ട്രി ആണ് ഫോർ ദെയർ ജെല്ലിംഗ്, തിക്കനിങ് ആൻഡ് സ്റ്റെബിലൈസിങ് പ്രോപ്പർട്ടീസ്. പിന്നെ ദെയർ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇസ് ഇൻ ഡയറി ആൻഡ് മീറ്റ് പ്രൊഡക്ട്സ് ഡ്യൂ ടു ദെയർ സ്ട്രോങ് ബൈൻഡിങ് ടു ഫുഡ് പ്രോട്ടീൻ. ഇത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ മാത്രം കേട്ടോ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ആൽഗെ ഇൻ ട്രൂ സെൻസ്. ഓപ്ഷൻ എ സ്പൈറോഗൈറ ആൻഡ് ക്ലോറില്ല, ഓപ്ഷൻ ബി നോസ്റ്റോക്ക് ആൻഡ് സ്പൈറോഗൈറ, ഓപ്ഷൻ സി അൾവ ആൻഡ് ക്ലോറില്ല, ഓപ്ഷൻ ഡി നോസ്റ്റോക്ക് ആൻഡ് ക്ലോറില്ല. ഹിയർ ആൻസർ ഓപ്ഷൻ ഡി നോസ്റ്റോക്ക് ആൻഡ് സ്പൈറോഗൈറ. സെവൻത് ക്വസ്റ്റ്യൻ, the following is not a vegetative mode of reproduction in fungi. Option A fragmentation, option B rhizomorph, option C sclerotia, option D somatogamy. നമ്മളുടെ ഫഞ്ചയിലെ ഒരു വെജിറ്റേറ്റീവ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി സൊമാറ്റോഗമി. എയ്ത്ത് ക്വസ്റ്റ്യൻ, റൈസോപ്പസ് പെൻസിലിയം ആൻഡ് അസ്പെർഗില്ലസ് ആർ എക്സാമ്പിൾ ഓഫ് പാരസൈറ്റിക് ഫഞ്ചൈ. ഓപ്ഷൻ ബി സിംബിയോട്ടിക് ഫഞ്ചൈ, ഓപ്ഷൻ സി സാപ്രോ phytic fungi, option D predaceous fungi. ഏതായിരിക്കും ആൻസർ? നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഓപ്ഷൻ സി സാപ്രോഫൈറ്റിക് ഫഞ്ചി. Ninth question, the following is not cultivated as an edible fungi. Option A Coprinus comatus, option B Agaricus bispora, option C Volvieri Varilla,
ഓൾവേസ് ഇത് സ്പീഷ്യസ് നെയിമും ജീനസ് നെയിമും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻ ഡി പ്ലൂറോറ്റസ് ജോർക്കാജു. Here the answer option A Coprinus comatus. 10th question നോക്കൂ. Parmelia is known as option A island moss, option B orchil, option C rock flower, option D reindeer moss. Here answer option C rock flower. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക, പഠിക്കുക. ഞാൻ പറയാവുന്ന പോലെ തന്നെ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു സെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ. ഇതോടൊപ്പം തന്നെ പേപ്പർ 1ഉം കൊണ്ടുപോകണം. പേപ്പർ 2 മാത്രമല്ല, പേപ്പർ 1ഉം കൂടി നിങ്ങൾ ഇതിനോടൊപ്പം കൊണ്ടുപോകണം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ടൈമിനനുസരിച്ചിട്ട് നമുക്ക് പേപ്പർ 1ഉം കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസ് നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ എക്സാം ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്, അതായത് വിട്ടുപോകരുത്. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ട് ഇൻവോൾവ് ആയിട്ട് പഠിക്കാനുള്ള സമയങ്ങൾ നഷ്ടപ്പെടുത്തരുത്. 48 days ആണ് നമ്മളുടെ കയ്യിലുള്ളത്. ഓക്കെ, ബാക്കി 14 days നമ്മൾ പറഞ്ഞു, അത് നമുക്ക് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് പഠിക്കാനുള്ള ഒരു ടൈമായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിൽ വെക്കുക 48 days ആണ് നമ്മളുടെ കയ്യിലുള്ളത്. ഓക്കെ, താങ്ക് യു.